നമസ്കാരം. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ 2020 എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച്, സാബു ജേക്കബിനെ കുറിച്ച് വിശദമായി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അതിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഇങ്ങനെ പോയാൽ 2020 ഇല്ലാതാകും, അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇല്ലാതാകും എന്ന് പറഞ്ഞിരുന്നു. ഞാൻ അതിന് വ്യക്തമായ കാരണത്തോടു കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ആ 2 വീഡിയോകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ചിലർ വന്ന് അതിന് എതിരെ, കാരണം 2020 നടത്തുന്ന ഇന്നത്തെ ഒരു സാമൂഹിക ഇടപെടൽ, ഇപ്പം കേരളത്തിലെ നിലവിലുള്ള ഭരണം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ച ഒരു ഭരണ സംവിധാനം, ഇതൊക്കെ തള്ളിപ്പറയുകയാണോ, സാബു ജേക്കബിനെ ഇകഴ്ത്തുകയാണോ, ഈ പാർട്ടി ചെയ്യുന്ന കാര്യങ്ങളെ തള്ളിപ്പറയാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. സത്യത്തിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ആ വീഡിയോ ചെയ്തത്. വളരെ വ്യക്തമായി ഞാനത് പറയാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. സാബു ജേക്കബ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡറായിരിക്കാൻ യോഗ്യനല്ല എന്നത് തന്നെയാണ് ഒന്നാമത്തെ കാരണമായി ഞാൻ പറയുന്നത്. അതിന് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിക്കലി ചാലഞ്ചേഴ്സ് കാറ്റഗറി ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആൾക്കാരാണ് അത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് പിണറായി വിജയൻ, PC ജോർജ്, അതുപോലെ K സുധാകരൻ, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള PV അൻവർ അടക്കമുള്ള ഒരുപാട് വ്യക്തികൾ അവരുടെ സ്വഭാവ രീതികൾ അനുസരിച്ച് നോർമൽ അല്ലെങ്കിൽ റെഡീംഡ് ചിലത് ഉത്തമ അധമ ഭാവങ്ങൾ അതിനകത്തുണ്ടാവും. അത് പലപ്പോഴും ഇവരെ നമ്മൾ വിമർശിക്കുമ്പോൾ ആ ഭാവങ്ങൾ ചേർത്ത് നമ്മൾ വിമർശിക്കാറുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ അവരെ ആക്ഷേപിക്കുകയല്ല. എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അങ്ങനെ ഞാൻ ആക്ഷേപിച്ചിട്ടില്ല, ഒരാളെയും ഞാൻ ആക്ഷേപിച്ചിട്ടില്ല, ആക്ഷേപിക്കുകയുമില്ല. ഓരോ വ്യക്തിയും ഇങ്ങനെ പെരുമാറുന്നതിൽ അവരുടെ ബയോളജിക്കലി അവരുടെ ഒരു സൈക്കോളജിക്കൽ ടൈപ്പുകളുണ്ട്. ആ ടൈപ്പുകളുടെ സ്വഭാവം അനുസരിച്ച് അവർ പെരുമാറുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ സാബു ജേക്കബ് എന്തുകൊണ്ട് 2020 എന്ന പ്രസ്ഥാനത്തിന്റെ ലീഡറായിരിക്കാൻ കൊള്ളില്ല എന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ ഈ വരുന്ന പാർലമെന്റ് ഇലക്ഷൻ തന്നെയാണ് അതിന്റെ പ്രധാന കാരണം. അദ്ദേഹം അതിൽ സെലക്ട് ചെയ്തിട്ടുള്ള 2 കാൻഡിഡേറ്റ്സ്, 2 സ്ഥാനാർത്ഥികൾ, ആ 2 പേരുടെയും പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആദ്യത്തെ വ്യക്തി എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ വന്ന് സംസാരിച്ചു പോയി. രണ്ടാമത്തെ വ്യക്തി അദ്ദേഹം സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി, അത്രയും ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കാൻ പ്രയാസമാണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇതിന്റെ വാസ്തവം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം, അതായത് എഡ്യൂക്കേഷനലി ഒരു ഹൈ എൻഡിലായിരിക്കും, PhD ഒക്കെ ഉണ്ടാവും, ഡോക്ടറേറ്റ് ഉണ്ടാവും, അതുപോലെ ഒരുപക്ഷെ അഡ്വക്കേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതുപോലെ നല്ല വിദ്യാഭ്യാസമുള്ള സർട്ടിഫിക്കറ്റുകളുടെ കൂമ്പാരം ഏറി നടക്കുന്ന ഒരു വിഭാഗമാണത്. അത് മോശമെന്നല്ല. അത്തരം ആൾക്കാർ വിദ്യാഭ്യാസ മേഖലയിലെ കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളുമാണ് അവർ ചെയ്യേണ്ടത്. ആ ഗവേഷണങ്ങൾ കണ്ടെത്തി അതിന് പ്രബന്ധങ്ങൾ ഉണ്ടാക്കി അതൊക്കെ വരും തലമുറകൾ പഠിക്കാൻ പാകത്തിന് ക്രോഡീകരിച്ച് വെക്കുക എന്നുള്ളൊരു പണിയാണ് അവരെടുക്കേണ്ടത്. പക്ഷെ അങ്ങനെയുള്ള 2 പേരെയാണ് ഭരണത്തിൽ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ആവശ്യമുള്ള ചാലഞ്ച് ചെയ്ത് നിൽക്കേണ്ട ഒരു ഭാഗത്തേക്ക് സാബു ജേക്കബ് നിയോഗിച്ചിട്ടുള്ളത്. ഇനി ഇവരെങ്ങാനും ഒരു പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇവർ നിയമസഭയിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടൂല. സ്വാഭാവികമായും ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേഷൻസിന് സ്ട്രെസ് താങ്ങാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല. അവരോട് ആരെങ്കിലും ഒന്ന് ചൂടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് തർക്കിച്ചു കഴിഞ്ഞാൽ, അവർക്ക് അറിയാവുന്ന മേഖല അല്ല എന്നുണ്ടെങ്കിൽ അവർ തലതാഴ്ത്തിയിരിക്കും. അത് മാത്രമല്ല, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയിലേക്ക് അവർ പോവുകയും ചെയ്യും. ഇവിടെ നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, DYSP ഹരികുമാർ അതിനു മുമ്പ് ആത്മഹത്യ ചെയ്ത വ്യക്തിയാണ്. അതിനു മുമ്പ് DYSP KK രവീന്ദ്രൻ, അദ്ദേഹം ഇൻവെസ്റ്റിഗേറ്റർ കാറ്റഗറിയാണ്, അദ്ദേഹം റൂം അടച്ചിരിക്കുകയായിരുന്നു. അതുപോലെ പല വിഭാഗങ്ങളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആ ഫിനാൻഷ്യലി ഇനി എനിക്ക് ഡെവലപ്പ് ആകാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിട്ടുള്ള കപ്പൽ ജോയ്, കൊട്ടാരം ജോയ് അറിയാലോ, അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബിസിനസ് കാറ്റഗറിയിലേക്ക് വന്നു. പക്ഷേ സ്ട്രെസ് താങ്ങാൻ വയ്യ, ഒരു ചെറിയൊരു ഫിനാൻഷ്യൽ ട്രബിൾ വന്നപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്തു. അതായത് അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്തിട്ടുണ്ട് സൃഷ്ടിക്കുമ്പോൾ തന്നെ. അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം അതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനവന്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും തിരിച്ചറിഞ്ഞിട്ട് അതിന്റെ ഹൈ എൻഡ് ആകാൻ ശ്രമിക്കണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പറഞ്ഞ 2 വ്യക്തികളുടെയും സ്വഭാവ ഗുണങ്ങൾ, അല്ലെങ്കിൽ 2 വ്യക്തികളുടെയും അതേ സെയിം കാറ്റഗറി ആയിട്ടുള്ള ശശി തരൂരും ഇത് തന്നെയാണ് കാറ്റഗറി. ഈ ഇവിടെ വന്നിട്ടുള്ള അവിടെ തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി 2020 സ്ഥാനാർത്ഥികളായി നിയോഗിച്ചിട്ടുള്ള 2 വ്യക്തികളുടെയും സെയിം കാറ്റഗറി തന്നെയാണ് ശശി തരൂരും. പക്ഷെ അദ്ദേഹത്തിന് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, എവിടെയും സംസാരിക്കാനുള്ള കഴിവുണ്ട്. അത്തരത്തിലുള്ള മറ്റ് യാതൊരു സഭാകമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഇല്ല. അതായത് ആ ഒരു മെന്റൽ കാറ്റഗറിയിലേക്ക് ഇവർ 2 പേരും മാറിയിട്ടില്ല. അങ്ങനെ മാറിയ ആളാണോ, സംസാരിക്കാൻ കഴിയുന്നവരാണോ,
അല്ലെങ്കിൽ അങ്ങനെ വാദിച്ച് തങ്ങൾക്ക് കിട്ടാനുള്ളത് പിടിച്ചു വാങ്ങിയെടുക്കാൻ കഴിയുന്നവരാണോ എന്ന് നോക്കിയിട്ടല്ല സാബു ജേക്കബ് ആ രണ്ട് വ്യക്തികളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവരുടെ വിദ്യാഭ്യാസ യോഗ്യത, അവർ പ്രവർത്തിക്കുന്ന രീതി, അവർ ഇതുവരെ പ്രവർത്തിച്ചിരുന്ന മണ്ഡലങ്ങൾ അത് നോക്കിയിട്ടാണ്. പക്ഷെ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയിൽ അവർക്ക് അതിനുള്ള ശേഷിയും ശേംഷിയും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ സാബു ജേക്കബിനും അറിയില്ല. കാരണം സാബു ജേക്കബ് ഒരു എന്തൂസിയാസ്റ്റ് ആണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ആ ലെവലിൽ നിൽക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ വ്യക്തമായി പറഞ്ഞത്, ഇതൊക്കെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചാലഞ്ചിങ് മെന്റാലിറ്റി വേണം. അങ്ങനെയുള്ളവർ ലീഡർഷിപ്പിൽ നിൽക്കണം. അപ്പോഴാണ് അതൊക്കെ കൃത്യമായി കൊണ്ടുപോകാൻ കഴിയുന്നത്. അല്ലെങ്കിൽ സാബു ജേക്കബ് ചാലഞ്ചിങ് മെന്റാലിറ്റിയിൽ വന്ന ശേഷം അതിന്റെ ലീഡർഷിപ്പിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, വായിച്ചെടുക്കാൻ കഴിയുന്ന, വാങ്ങിയെടുക്കാൻ കഴിയുന്ന മുഴുവൻ ആൾക്കാരെയും സ്ഥാനാർത്ഥികളായിട്ട് വെക്കുക. അങ്ങനെയുള്ളവരെ കുറെ ആൾക്കാരെ സ്ഥാനാർത്ഥിയായിട്ട് വെക്കുക. എന്നിട്ട് അവരെ കൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ ഒരുപക്ഷെ സാബു ജേക്കബ് നാളെ 2020 സ്ഥാനത്ത് നിന്ന് മാറിയാലും, ഒരുപക്ഷെ അദ്ദേഹം പാർട്ടിയെ സ്വതന്ത്രമാക്കി വിട്ടാലും മറ്റുള്ളവർക്ക് അത് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോഴത്തെ അവസ്ഥയിൽ സാബു ജേക്കബ് ഇല്ല എന്നുണ്ടെങ്കിൽ 2020 അവസാനിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ സ്ഥാനാർത്ഥികളായി കൊണ്ടുവന്ന രണ്ടുപേർ, അവരുടെ പ്രസംഗം ഞാൻ മാത്രമല്ല നിങ്ങളും കേട്ടതാണ്. ഇനി നേരിട്ട് കേൾക്കാത്തവരാണെങ്കിൽ യൂട്യൂബിൽ കേട്ടവരാണ്. അങ്ങനെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രസംഗം നിങ്ങൾ ഒന്നുകൂടി കേൾക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ സംസാരം ഏത് രീതിയിലാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല. ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എഴുതേണ്ടവരാണ്, റിസർച്ച് നടത്തേണ്ടവരാണ്. ആ റിസർച്ച് നടത്തുന്ന ആൾക്കാർ അവർ വിജ്ഞാന മേഖല കൈകാര്യം ചെയ്യേണ്ടവരാണ്. അങ്ങനെയുള്ളവരാണ് കോളേജിലെ പ്രബന്ധങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുന്നത്. PhD എടുക്കുന്നത് കൂടുതൽ അവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്തരത്തിലുള്ള വിഭാഗങ്ങൾ ലെക്ചർ അടിക്കും. ഏതെങ്കിലും ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്ത് നോക്കി സംസാരിക്കുക, അല്ലാതെ ചുറ്റും നോക്കി വിശാലമായി നോക്കി സംസാരിക്കില്ല. നിങ്ങൾ ചുറ്റുമുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നോക്കി 100 പേര് ഒരുമിച്ച് അദ്ദേഹത്തിന്റെ ഭാഷണം കേൾക്കാനിരിക്കുന്നെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കിയായിരിക്കും അവർ സംസാരിക്കുന്നത്. അതൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റാണ്. അതേ അവർക്ക് അറിയുള്ളൂ. അങ്ങനെയുള്ളവരല്ല പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലേക്ക് വരേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ആർജിച്ചെടുക്കണം. അതിനാണ് ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതില്ലാത്ത ആൾക്കാരെ, അല്ലെങ്കിൽ അതിന് പ്രാപ്തി നേടിക്കൊടുക്കാതെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, കൂടുതൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള കുറെ ആൾക്കാരെയാണ് ഞങ്ങൾ ഇവിടെ നിയമിക്കുന്നത് എന്ന് വെറുതെ സ്ഥാപിച്ചെടുത്തു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ അത് തിരിയുമായിരിക്കും. പക്ഷെ അത് ഉപയോഗപ്പെടൂല എന്നതുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത്. സാബു ജേക്കബിനോട് എനിക്ക് ദേഷ്യവും വിദ്വേഷവും ഒന്നുമില്ല. സാബു ജേക്കബ് ചെയ്യേണ്ടത് ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ട് മാറുക എന്നുള്ളതാണ്. എന്നിട്ട് ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ലീഡേഴ്സായിട്ട്, ചാലഞ്ചേഴ്സായിട്ട്, ലീഡേഴ്സായിട്ട് നിൽക്കാൻ കഴിയുന്ന കുറെ ആൾക്കാരെ പാർട്ടിയിൽ കണ്ടെത്തിയിട്ട് അവരുടെ ഭരണ നേതൃത്വം ഏൽപ്പിക്കുക. അങ്ങനെ ഏൽപ്പിച്ച് അത് കൃത്യമായും വ്യക്തമായും ഒരു ഗൈഡ് ലൈൻ കൊടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയിൽ ഒരുപാട് ലീഡേഴ്സ് ഉണ്ടാകും. അപ്പോൾ നിലവിലുള്ള ഒരു സ്ഥാനം, നിലവിൽ LDF UDF ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കഥകൾ അറിയാമല്ലോ. അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ കിഴക്കമ്പലം സ്റ്റൈലിൽ കേരളം ഭരിക്കാൻ കഴിയുമെന്ന് അവർ തെളിയിക്കും. അപ്പോഴാണ് 2020 പാർട്ടി നിലനിൽക്കുന്നത്. അല്ലാതെ നിലവിലുള്ള അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ 2020 പാർട്ടി എവിടെയും എത്തില്ല, അധികകാലം ഉണ്ടാവില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. വെറുതെ പറഞ്ഞതല്ല, ഇത് കൃത്യമായി കണക്ക് കൂട്ടി തന്നെ പറഞ്ഞതാണ്. അതിൽ എന്നോട് വിരോധം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ കഴിഞ്ഞ സമ്മേളനത്തിൽ 2 സ്ഥാനാർത്ഥികൾ സംസാരിച്ചത് നിങ്ങളൊന്ന് എടുത്ത് കേട്ട് നോക്കൂ. അവരുടെ കമ്മ്യൂണിക്കേഷൻ ലെവൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. എഡ്യൂക്കേഷൻ അല്ല, കമ്മ്യൂണിക്കേഷൻ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പൊളിറ്റിക്സിൽ കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ്.